അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇന്ന് എനിക്ക് എങ്ങനെയാണ് ഉമ്മുൽ ഖുറൈൻ ഔഖാഫിൽ ബദീലായി കിട്ടിയത് എന്നതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ബദീലുകൾ പല വ്യത്യസ്തമാണ്. ഒന്ന്, ഇമാമിയങ്ങൾ നാട്ടിലേക്ക് ലീവാവുക ചെയ്യുമ്പം ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം ഇങ്ങനെ ലീവാവുന്ന സമയത്ത് താൽക്കാലിക ഇമാമായി നിൽക്കൽ. രണ്ടാമത്തത് സ്ഥിരമായ ബദീൽ, ഒരു പള്ളിയിൽ സ്ഥിരമായി ബദീലായി നിൽക്കുക. ബദീലന്മാരുടെ ശമ്പളം സാധാരണ ഇമാമുകളേക്കാൾ കുറവായിരിക്കും. ഇവിടെ മൊത്തം 3 ഔഖാഫുകളാണുള്ളത്. 3 ഔഖാഫുകൾ കേന്ദ്രീകരിച്ചാണ് ഇമാമിയങ്ങളെയും ബദീലന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. 1 ഷാർജ, 2 ദുബായ്, 3 അബുദാബി. ഈ 3 എമിറേറ്റുകളിലും ബദീലന്മാരുടെ ശമ്പളം വ്യത്യസ്തമാണ്. അബുദാബിയിൽ 3000 ദിർഹമാണെങ്കിൽ ഷാർജയിൽ 2000 ദിർഹം, ദുബായിൽ വെറും 1000 ദിർഹം. ഏറ്റവും ബദീലന്മാർക്ക് ഉള്ള ശമ്പളങ്ങളിൽ ഏറ്റവും കുറവ് ശമ്പളം കൊടുക്കുന്നത് ദുബായിലാണ്. എല്ലാ എമിറേറ്റിലും ബദീലിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂകൾ ആഴ്ച തോറും നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെയാണ് ഞാനും ബദീലിന് വേണ്ടി പേര് കൊടുത്തു. അപ്പോൾ അവർ എപ്പോഴാണ് വിളിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏകദേശം 2 മാസത്തോളം കഴിയുമെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഷെയ്ഖുമായി നമ്മളുടെ മാമ സംസാരിച്ചു. അങ്ങനെ 2 ആഴ്ച കൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവിടുത്തെ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിരുന്നു. ആദ്യം സൂറത്തുൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എത്ര ജുസുവാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് വെറും 5 ജുസാണ് കൊടുത്തത്. കാരണം പെട്ടെന്നുള്ള വിളിയായതുകൊണ്ട് എനിക്ക് തയ്യാറാവാനൊന്നും പറ്റിയില്ല. 5 ജുസു, ഏറ്റവും ചുരുങ്ങിയത് 5 ജുസെങ്കിലും വേണം കേട്ടോ, എന്നാലേ അവർ ബദീലിൻ്റെ ഇൻ്റർവ്യൂവിന് എടുക്കുകയുള്ളൂ നമ്മളെ. 1-2 സ്ഥലങ്ങളിൽ നിന്നും ഇടയ്ക്ക് ഓതാൻ വേണ്ടി പറഞ്ഞു. തെറ്റ് വന്നാലൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. മൂന്നാമതായി ഫിഖ്ഹിൻ്റെ 1-2 ചോദ്യങ്ങൾ. അതിൽ ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണോ, പിന്നെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം മറന്നുപോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ അവിടെ ഒരു ഖുത്ബൻ്റെ പേപ്പർ ഉണ്ടായിരുന്നു, അത് എന്നോട് വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ അറബൊക്കെ ഉള്ള ഖുത്ബയാണ്, അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ വേണ്ടി പറ്റും. എല്ലാം കഴിഞ്ഞ് എന്നോട് നിങ്ങൾ പാസ്സാണെന്നും പറഞ്ഞ് ഞാൻ എന്നിട്ട് റിസപ്ഷനിൽ പോയി ചോദിച്ചു എപ്പോഴാണ് വിളിക്കാമെന്ന്. അവർ നിങ്ങളെ വിളിക്കും, ഏത് സമയത്ത് നമ്മൾ പോയാലും അവർ പറയുന്നത് നിങ്ങൾ വിളിക്കും എന്നാണ് പറയാം. ഒരു ഉറപ്പ് കൃത്യസമയമൊന്നും പറയൂല. കാരണം ഒരുപാട് ആളുകൾ ബദീലന്മാർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങളെ വിളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു സമയത്ത് CID വിളിക്കുന്നു, നിങ്ങൾ ഇന്ന സമയത്ത് ഓഫീസിലെത്തണം എന്ന് പറഞ്ഞിട്ട്. ഞാനതനുസരിച്ച് എന്ത് ചെയ്തു, അവിടെ പോയി ഏകദേശം 1 മണിക്കൂറോളം എന്നെ ചോദ്യം ചെയ്തു. ഇവിടെ പൊതുവെ ഗവൺമെൻറ് ജോബിന് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് അവരുടെ സുരക്ഷ എന്നോണം അവർ അന്വേഷണങ്ങൾ നടത്തും. A to Z കാര്യങ്ങൾ, ജനനം മുതൽ തുടങ്ങി നമ്മൾ ആ ഇൻ്റർവ്യൂവിലിരിക്കുന്ന സമയം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും. അതിലേറ്റവും എനിക്ക് പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം, മത സംഘടനയുമായി ബന്ധമുണ്ടോ. നമ്മുടെ നാട് ഉദാഹരണം ഒരുപാട് സംഘടനകളുണ്ട്. സുന്നിയുണ്ട്, AP ഉണ്ട്, മുജാഹിദ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ, അതിലുള്ള പ്രധാന വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടോ, നിങ്ങൾ ഏത് മദ്രസയിലാണ് പഠിച്ചത്, ഏത് കിതാബാണ് ഓതിയത്, സൂഫിസത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, പിന്നെ ചില കിതാബുകളൊക്കെ പറഞ്ഞിട്ട് ഈ കിതാബുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. പിന്നെ എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്തു. അതിലൊരു താടിയുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ വാപ്പ എന്നെ കണ്ടപ്പം ഇതാരാന്നൊക്കെ ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്യൽ. അതിന് നമ്മൾ വേറെ എന്തെങ്കിലും
അതും എന്തെങ്കിലും രാജ്യസുരക്ഷയ്ക്കെതിരായിട്ട് വല്ല പ്രവൃത്തിയും ഇദ്ദേഹം നടത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം അവർ പറയും, നിങ്ങളിവിടെ ജോലിക്ക് കയറാൻ വേണ്ടി പോവാണ്, ഇവിടുത്തെ നിയമത്തിനെതിരായ ഒരു പ്രവൃത്തികളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നിർദ്ദേശങ്ങളൊക്കെ തരും. അപ്പോൾ CID അന്വേഷണം പൂർത്തിയായാൽ പിന്നെ ആ റിപ്പോർട്ട് ഇവർ ഔഖാഫിലേക്ക് അയക്കുകയാണ് ചെയ്യുക. CID അന്വേഷണം കഴിഞ്ഞ് ഏകദേശം 1-2-3 ആഴ്ച വീണ്ടും കാത്തിരിപ്പാണ്. അപ്പോഴൊന്നും ഈ സംഭവങ്ങൾക്കിടയിലൊക്കെ നമുക്ക് അതിൻ്റെ എത്രത്തോളം ഇത് നീണ്ടുപോകും. അതായത് ഇപ്പം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് CID അന്വേഷണം, CIDൻ്റെ അന്വേഷണം കഴിഞ്ഞ് അടുത്തത് പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഔഖാഫിലേക്ക് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇടയിൽ എത്ര സമയം നീണ്ടു പോകും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. എൻ്റെ ഏകദേശം 2-3 ആഴ്ചത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഔഖാഫ് എന്ന് വിളിച്ചു. ബാങ്ക് ഡീറ്റെയിൽസ് IBAN ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ ഉണ്ട്, അത് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഏത് കമ്പനിയുടെ വിസയിലാണ് നിൽക്കുന്നത് ആ കമ്പനിയുടെ അനുമതി പത്രം, അവരുടെ പേപ്പർ ഇല്ലാതെ ഒരു സ്ഥലത്തും നമ്മളെ ജോലിക്ക് കയറ്റുകയില്ല. അത് മാത്രമല്ല, അങ്ങനെ കയറാൻ ഇവിടെ നിയമപരമായി തെറ്റായ കാര്യമാണ്. പിന്നെ ഏകദേശം 1-1.5-2 മാസത്തോളം യാതൊരു വിവരവുമില്ല. നമ്മൾ ഔഖാഫിൽ പോയി 2-3 തവണ അന്വേഷിച്ചു എപ്പോഴാണ് വിളിക്കുക. കാരണം നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇമാമിങ്ങൾ ലീവാകുമ്പോൾ അവരുടെ സ്ഥാനത്ത് പോയി ഇമാമത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ കൂടാതെ ഒരുപാട് ബദീലന്മാർ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ കാത്ത് നിൽക്കുന്നവരുണ്ട്. പെട്ടെന്ന് ഒരു സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 14-12 ദിവസത്തേക്ക് ഒരു പള്ളിയിൽ ഇമാമിന് ആവശ്യമുണ്ട്, എന്നോട് വരുമെന്ന് ചോദിച്ചു. ആദ്യത്തെ വിളി അതായിരുന്നു. ഞാൻ പോയി 10-12 ദിവസം നിന്നു, അൽഹംദുലില്ലാ. പിന്നെ വീണ്ടും ഒരു 5 മാസത്തെ ഗ്യാപ്പ് വന്നു. നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്ത് പാസ്സായതാണ്, അത് ഓർമ്മ വേണം. 5 മാസത്തെ ഗ്യാപ്പ്, ഒരു വിവരമില്ല. കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം 10 പള്ളികൾക്ക് ഒരു ലീഡർ ഉണ്ടാവും, അതിന് ഇമാമുൽ ജാമിഅ എന്ന് പറയും. അപ്പോൾ അവരായിരിക്കും നമ്മളെ വിളിക്കുന്നതും നമുക്ക് പള്ളി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും അവരായിരിക്കും. അവരുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിളിക്കും, അറിയിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഏതെങ്കിലും ഇമാമിയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ബന്ധമുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ബദീല, അയാൾക്ക് പകരം അയാൾ നമ്മളെ പേര് എഴുതി കൊടുത്താൽ, ഓഫീസിൽ എഴുതി കൊടുത്താൽ അയാൾക്ക് പകരം ഇമാമായി നിൽക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മാമ 2 മാസത്തെ ലീവിന് നാട്ടിലേക്ക് പോയപ്പം ബദീലായിട്ട് ഞാനായിരുന്നു നിന്നത്. ബദീലന്മാരുടെ ശമ്പളം പൊതുവെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു മാസം ഒരു പള്ളിയിൽ ജോലി ചെയ്തു, എനിക്ക് 3000 ദിർഹമാണ് അബുദാബി ഔഖാഫിൻ്റെ കീഴിൽ തരുന്നത്. പക്ഷേ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് പിറ്റേ ദിവസം സാധാരണ ഇമാമിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന പോലെ കിട്ടൂല. ചിലപ്പോൾ 2 മാസം നീളും, ചിലപ്പോൾ 3 മാസം 4, ഇങ്ങനെയൊക്കെ നീളാൻ സാധ്യതയുണ്ട്. ഇത് കാരണം എന്താണെന്നുള്ളതൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു തിരിച്ചടിയാണ്. അത് നമ്മുടെ സാലറി പ്രതീക്ഷിച്ചു ഇരിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സാലറി മസ്റ്റായിട്ട് അക്കൗണ്ടിലേക്ക് വരും, അത് ഹക്കായിട്ടുണ്ടാവും. കൃത്യസമയത്ത് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മലയാളി ഇമാമിയങ്ങൾ ബദീലന്മാരായി നിൽക്കുന്നത് വളരെ കുറവാണ്. കൂടുതലും ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ ആണ്. ഒന്നാമത് നമ്മളെ മലയാളികൾക്ക് അത്രയും ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ല, അതാണ് സത്യം. ഇതാണ് ബദീലന്മാരുടെ മൊത്തത്തിലുള്ളൊരവസ്ഥ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ അബുദാബി ഔഖാഫത്തെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിരുന്നു, വീണ്ടും അറ്റൻഡ് ചെയ്ത് പാസ്സായിരുന്നു. അതിൻ്റെ വിശദമായ വിവരങ്ങൾ, അബുദാബിയാണ് ഔഖാഫിൻ്റെ
കേന്ദ്രം. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അറിയിക്കാം.